മരുമോനും അമ്മായിയപ്പനും കൂടിയിട്ട് ഈ 780 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം നടത്തി. നിർമ്മാണ വേളയിൽ ഒരിക്കലും വെള്ളം കയറില്ല എന്ന് അവകാശപ്പെട്ട ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡാണ്. ആ AC റോഡ് എവിടെയാണോ ഈ 780 കോടി രൂപ അവകാശപ്പെട്ടതാണ്, 780 കോടി രൂപ, അതിലിപ്പോൾ എത്ര അമ്മാച്ചനും മരുമോനും കൂടിയിട്ട് അണ്ണാക്ക് തള്ളി എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം അറിയില്ല. അപ്പോൾ ഒരിക്കലും വെള്ളം കയറില്ല എന്ന് പറഞ്ഞെടുത്ത് ഇത്രയധികം വെള്ളം കയറുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമാണ് അമ്മാച്ചനും മരുമോനും നക്കിയതിന് ഒരു കണക്കും കയ്യുമില്ല എന്ന്. എൻ്റെ ഇപ്പോഴത്തെ സംശയം എന്ന് പറയുന്നത് 750 കോടി രൂപ ചെലവഴിച്ച് പണിതു എന്നാണല്ലോ പറഞ്ഞത്. എൻ്റെ ബലമായ സംശയം 750 പോയിട്ട് 75 കോടി രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന് കൊള്ളയടിച്ചതിന് യാതൊരു കയ്യും കണക്കുമില്ല എന്ന് മാത്രമല്ല, കൊള്ള നടത്തിയപ്പോൾ മാക്സിമം നാടിനു കൂടി കുറച്ച് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിർമ്മാണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഗവേണൻസ് എഫിഷ്യൻ്റ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുക. കേരളം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി ദുരന്തം, ഈ പ്രളയത്തിൽ കുറേയൊക്കെ 2018 ശേഷം പ്രളയവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട പ്രവർത്തനങ്ങൾ നടത്താതിരുന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുക, ഇപ്പോൾ പിണറായി വിജയൻ നെതർലാൻഡ്സിൽ പോയി റൂം ഫോർ റിവർ എന്ന് പറയുന്ന ഒരു പരിപാടി, അങ്ങനെ പല രീതിയിൽ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ, ഈ പ്രളയമുണ്ടല്ലോ, വെള്ളപ്പൊക്കം, ഈ വെള്ളപ്പൊക്കത്തിൻ്റെ 90% നമുക്ക് ഇല്ലാതാക്കാമായിരുന്നു. ഇപ്പം ഉണ്ടായതിൻ്റെ ഒരു 10% ഈ മഴ കൊണ്ട് ഉണ്ടാകുമായിരുന്നുള്ളൂ. കാരണം ഇത് ഏറ്റവും കൂടുതൽ ഈ നദികളിലും ഡാമുകളിലും വെള്ളം ഒഴുകി ചെല്ലാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന സതീശൻ ബിരിയാണി തിന്നാൻ പോയി, അല്ലെങ്കിൽ സതീശൻ ഹെലികോപ്റ്റർ പോയി എന്നൊക്കെ പറയുന്നിടത്ത് വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ ഒരു ചുക്കും ചെയ്തില്ല, കിട്ടുന്നതൊക്കെ വാരി വലിച്ച് നക്കി എന്നുള്ളതല്ലാതെ അതാണ് നമ്മൾ ഈ ദുരന്തങ്ങൾ അത്രയും അനുഭവിക്കേണ്ട ഗതികേടിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഭയങ്കര ലേറ്റസ്റ്റ് ജർമ്മൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന AC റോഡ് 780 കോടി രൂപ ചെലവിട്ട് പണിതത്. ഈ 780 കോടി രൂപ ചെലവിട്ട് പണിത ഈ AC റോഡിൽ നിറയെ വെള്ളമാണ്, നിറയെ വെള്ളം. ഇപ്പോൾ ഉദ്ഘാടനത്തിന് സമയത്ത് മരുമോൻ റിയാസ് പറഞ്ഞത് കയറൂല, വെള്ളം കയറൂല. ഇത് ഞാൻ AC റോഡ് എന്ന് പറയുന്നത്, ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിൽ നടന്നിരിക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും വലിയ അഴിമതി ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി 2021 മുതൽ 2026 വരെ, അതായത് മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയതിന് ശേഷം നടന്ന എല്ലാ നിർമ്മാണ പ്രവർത്തികളും വലിയ അഴിമതിയാണ്. ആ നിർമ്മാണ പ്രവർത്തികളെക്കുറിച്ച് വലിയ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ കൊള്ള നടന്നിട്ടുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ അമ്മാച്ചനും മരുമോനും കൂടിയിട്ട് സ്വന്തം വീട്ടിൽ അലമാര നിറക്കാൻ വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. കാരണം ഇതിൻ്റെയൊക്കെ ഇത് ഇപ്പോൾ ഒരു റോഡുണ്ടാക്കിയെന്നല്ലാണ്ട് അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല, നിർമ്മാണമല്ല നടത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? വെറുതെ ഒരു റോഡുണ്ടാക്കി വെച്ചിട്ടല്ല, വെള്ളം വന്നാൽ വെള്ളം ഇറങ്ങിപ്പോകാൻ, വെള്ളം മുകളിലോട്ട് കയറാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ വേണമായിരുന്നു, ഒരു ഐഡിയ വേണമായിരുന്നു, സിസ്റ്റം വേണമായിരുന്നു. അത് ഉണ്ടായില്ല എന്നുള്ളതാണ്.
അപ്പോൾ അത്രയും ഈ ശാസ്ത്രീയമായ നിർമ്മാണ രീതികളെ അവലംബിക്കാതെ തട്ടിക്കൂട്ട് പരിപാടി നടത്തിയത് തന്നെ ഈ പറയുന്ന വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി കാശടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. കാരണം ഈ ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള ചെലവുകൾ ഉണ്ടാവും. അപ്പം അതിന് യഥാർത്ഥ എക്സ്പെൻസ് നന്നായിട്ട് വരും. അപ്പം അതിന് പകരം തട്ടിക്കൂട്ട് പരിപാടിയാകുമ്പോൾ 750 കോടി രൂപയുടെ റോഡെന്ന് പറയുകയും ചെയ്യുക, 75 കോടിയിൽ തീർക്കുകയും ചെയ്യുക, ബാക്കി പോക്കറ്റിലിടുകയും ചെയ്യാം. കൃത്യമാണോ? കൃത്യമാണ്. അപ്പം ഇതാണ് ഈ പറയുന്ന ആളുകളുടെ രീതി എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും അതിനു വേണ്ടിയാണ്. നിങ്ങൾ പിണറായി വിജയൻ മന്ത്രിസഭയിലെ 1ാം മന്ത്രിസഭയിലെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു ജി സുധാകരൻ. മനസ്സിലായില്ലേ? ആ ജി സുധാകരന് 2ാം വട്ടവും അവസരം നൽകാതെ, ജി സുധാകരനെ മത്സരിക്കാൻ പോലും അനുവദിക്കാതെ പുറത്തു നിർത്തിയിട്ട് ഈ പറയുന്ന ആളുകൾ എന്താക്കി? മുഹമ്മദ് റിയാസിനെ തിരികെ കയറ്റിയതായിരുന്നു. കൃത്യമായ പ്ലാനിങ് ആയിരുന്നു. ആ കൃത്യമായ പ്ലാനിങ്. നിങ്ങളൊന്ന് വേറൊരു കാര്യമുണ്ട് കേട്ടോ. പിണറായി എന്ന ദുരന്തത്തെ നമ്മൾ അതിജീവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 3ാം ടേമിൽ മകൾ വീണ വിജയൻ മന്ത്രി കസേരയിൽ എത്തിയേനെ. വീണ വിജയൻ മന്ത്രി കസേരയിൽ എത്തിയേനെ. അത് ഇല്ലാതെ പോയത് 3ാം ടേം ഇല്ലാതായത് കൊണ്ടാണ്. ചിലപ്പോൾ കമലേടത്തി ചീഫ് സെക്രട്ടറിയുമായേനെ. ഇതൊക്കെ സംഭവിച്ചേനെ. ഇതും ഇതിനപ്പുറവും നടക്കുമായിരുന്നു. ഇപ്പോൾ ഇത് മരുമോനിൽ ഒതുങ്ങിയത് ഇവിടെ കൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം പിണറായി വിജയനെ ആട്ടി ഇറക്കിയത് കൊണ്ടാണ് മരുമോനിൽ ഒതുങ്ങിയത്. ഇല്ലെങ്കിൽ വീണ മന്ത്രി കസേരയിൽ, വിവേക് മന്ത്രി കസേരയിൽ, കമലേടത്തി ചീഫ് സെക്രട്ടറിയുടെ കസേരയിൽ ഒക്കെ വന്നേനെ. മനസ്സിലാക്കണം നിങ്ങൾ. ചില്ലറ കളിയെന്നല്ല പിണറായി വിജയൻ കളിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ഈ കേരളത്തിലെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതായിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പാലങ്ങൾ, റോഡുകൾ ഒക്കെ വലിയ രീതിയിലുള്ള അഴിമതിയും കൊള്ളയും നടന്നിട്ടുണ്ട്. ഞാൻ UDF ഗവൺമെൻറ് ആദ്യം അന്വേഷണം നടത്തേണ്ടതും ഈ പറയുന്ന PWD വകുപ്പിലാണ്. മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പിൽ വലിയ അന്വേഷണങ്ങൾ നടത്തിയിട്ട് കൊള്ളകൾ പുറത്തു കൊണ്ടുവരാനുള്ള വഴിയുണ്ടാക്കണം എന്നുള്ളതാണ്. അങ്ങനെ മരുമോനെയും അമ്മായിയപ്പനെയും വെറുതെ വിടാൻ പാടില്ല. കാരണം കൊള്ളയടിച്ചത് കേരളത്തിൻ്റെ പൊതുഖജനാവാ, അല്ലാതെ പിണറായിയുടെ തറവാട് സ്വത്തുനിന്നല്ല റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ പൊതുഖജനാവിലെ പണമാണ്. ആ പണം കൊണ്ടാണ് ഈ കൊള്ള അത്രയും നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് അന്വേഷണം വേണ്ടത്. കാരണം ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പൊതുസ്വത്താണ് എന്നുള്ളതാ അല്ലേ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കും, ഇപ്പോൾ ഈ AC റോഡ് ഉദ്ഘാടനം ചെയ്തിട്ട് വർഷങ്ങൾ 10 കഴിഞ്ഞിട്ടില്ല. 1 വർഷം തന്നെ പിന്നിട്ടിട്ടില്ല. ഉദ്ഘാടന വേളയിൽ വലിയ വീരവാദമായിരുന്നു. മരുമോൻ്റെ റീലായിരുന്നു. മരുമോൻ റീലിനെ കൊണ്ട് പിന്നെ ഏറും കളിയായിരുന്നല്ലോ. മരുമോന് റീല്. അന്ന് മരുമോൻ്റെ അവകാശവാദം എന്താ? ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ അതേ ഐഡിയോളജി ആയി വരുന്നത്. ഇപ്പം നിതിൻ ഗഡ്കരി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം പറഞ്ഞത്, ദുബൈയിലെ നമ്മളെ ഷെയ്ഖ് ഹംദാൻ ഉണ്ടല്ലോ, ഷെയ്ഖ് ഹംദാൻ വിളിച്ചു എന്നാണ്. എന്തിന്? ദുബൈയിൽ റോഡ് ഉണ്ടാക്കാൻ നിതിൻ ഗഡ്കരിയെ അങ്ങോട്ട് വിളിച്ചു എന്നാണ് പറഞ്ഞത്. ദുബൈയിൽ റോഡ് ഉണ്ടാക്കാൻ. മനസ്സിലാക്കണ? റിയാസ് പറഞ്ഞത് ഒരിക്കലും വെള്ളം കയറൂല. ഈ AC റോഡിൻ്റെ ഉദ്ഘാടനത്തിന് അന്ന് പറഞ്ഞതാ, ഒരിക്കലും വെള്ളം കയറില്ല. ഇപ്പം AC റോഡിൽ 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല വെള്ളം കയറാത്തതായിട്ട്. AC റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ രാവിലത്തതാ. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു വാഹനത്തിൽ അതിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് AC റോഡ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഐഡിയോളജി എല്ലാം കൊണ്ടും നരേന്ദ്രമോദി അങ്ങനെ തന്നെ ആ ഐഡിയോളജി കോപ്പി പേസ്റ്റ് ആയിരുന്നു പിണറായി വിജയൻ്റെത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് UDF ഗവൺമെൻറ് വളരെ ഗുരുതരമായി ഗൗരവപരമായി അന്വേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടത് ഈ മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പിലാണ് നടന്നിരിക്കുന്നത്. അത്രയും കൊള്ളയാണ് എന്നുള്ളതാണ്.